നമസ്കാരം, ഞാൻ കൃഷ്ണപ്രിയ, 9ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഇന്ന് ജൂൺ 26, ലഹരി വിരുദ്ധ ദിനം. നമ്മുടെ യുവതലമുറ ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരിയിൽ നിന്നും ഇവരോരോരുത്തരെയും നമുക്ക് മോചിപ്പിക്കാം. 1987 ഐക്യരാഷ്ട്രസഭയാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ആധുനിക സമൂഹത്തെ കവർന്നു തിന്നുന്ന ഒരു വിപത്താണ് ലഹരി. മദ്യം, മയക്കുമരുന്ന്, പുകയില, മറ്റു ലഹരി വസ്തുക്കളുടെ കെണിയിൽ മുതിർന്നവർ മാത്രമല്ല, ഇന്ന് കുട്ടികളും അകപ്പെടുന്നു. ലഹരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആൺകുട്ടികളാണ്. പക്ഷെ ഇന്നങ്ങനെയല്ല. പെൺകുട്ടികളും ലഹരിക്ക് അടിമകളാവുന്നു. സ്കൂളുകളെയും കോളേജുകളെയും ലക്ഷ്യം വെച്ച് ഒരു ലഹരി മാഫിയ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നു. ലഹരിയുടെ ഉപയോഗം കാരണം നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും മാത്രമല്ല ദോഷം, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു, പല രോഗങ്ങൾക്കും കാരണമാകുന്നു, കുട്ടികളുടെ പഠനത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഒരു പക്ഷേ ലഹരിയേക്കാളും മദ്യത്തിനേക്കാളും ഒരു ഗുരുതരമായ വിപത്താണ് മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഉപയോഗം. ഇതിൽ പെട്ടുപോയാൽ നമ്മുടെ കുട്ടികളെ ഒരിക്കലും മോചിപ്പിക്കാൻ കഴിയില്ല. കാലങ്ങളും കാലചക്രങ്ങളും മാറി മറിയുന്നു. ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം കാരണം സ്വന്തം അച്ഛനും അമ്മയെയും സഹോദരങ്ങളെയും കൊന്നൊടുക്കുന്ന കാലം. ഈ കാലഘട്ടത്തിൽ എല്ലാവരും പണത്തിൻ്റെ പുറകെയാണ് ഓട്ടം. സ്വന്തം കുട്ടികളുടെ കൂടെ ഒരു നിമിഷം സംസാരിക്കാൻ പോലും രക്ഷിതാക്കൾക്ക് സമയമില്ല. പക്ഷേ ഒന്ന് ഓർക്കുക, രക്ഷിതാക്കളിൽ നിന്ന് കിട്ടാത്ത സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമ്പോഴാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നാണ്, നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ പാഠം തുടങ്ങേണ്ടത്. നമുക്ക് ലഹരിയാകേണ്ടത് വിദ്യാഭ്യാസമാണ്, വായനയാണ്, എഴുത്താണ് നമ്മുടെ ലഹരി. അധ്യാപകർ, മുതിർന്നവർ അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കണം. സ്വന്തം മകനാകട്ടെ, അച്ഛനാകട്ടെ, സഹോദരങ്ങളാകട്ടെ, തെറ്റ് ചെയ്തതാരായാലും നിയമത്തിന് മുന്നിലെത്തണം. നമുക്ക് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ കഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ, പക്ഷേ ഇന്ന് നമ്മളവരെ കല്ലെറിയുന്നു, അപമാനിക്കുന്നു. പക്ഷേ ഒന്നോർക്കുക, അവരില്ലെങ്കിൽ ഇന്ന് നമ്മൾ ആരും സുരക്ഷിതരല്ല. അവർക്കുമുണ്ട് കുടുംബം, പക്ഷേ നമുക്ക് വേണ്ടി രാവെന്നും പകലൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നു. അത് മറക്കരുത്. കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. നമ്മുടെ സമൂഹത്തിൽ വേരുറച്ചു പോയ ലഹരി എന്ന വിപത്തിനെ പറിച്ചു നീക്കാൻ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ലഹരിക്ക് അടിമപ്പെട്ടവരെ ഒറ്റപ്പെടുത്താതെ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നത് ചെയ്യണം. ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉറച്ച തീരുമാനമെടുക്കാം. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കില്ല, ജീവിതമാണ് യഥാർത്ഥ ലഹരി എന്ന സന്ദേശം നമുക്ക് സമൂഹത്തിന് നൽകാം. ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഓർമ്മിക്കുക. ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് ശപഥം ചെയ്താൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ലഹരി വിരുദ്ധ ദിനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.